നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വയനാട്ടിലെ നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള നടപടി ഇന്ന് തന്നെ സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മന്ത്രി OR കേളു. മാനന്തവാടിയിൽ കടുവ ആക്രമണത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിന് പിന്നാലെയാണ് ഈ കടുവയെ നരഭോജി വിഭാഗത്തിൽ ഉൾപ്പെടുത്തി വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവായത്. ദാരുണമായ സംഭവത്തിന് ശേഷം ചേർന്ന യോഗത്തിൽ പ്രധാനമായും ഉയർന്ന ആവശ്യം കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നതാണ്. ഇന്ന് തന്നെ അതിനായുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ജനങ്ങളുടെ സുരക്ഷയ്ക്കായി പ്രദേശത്ത് RRT സംഘത്തെ വിന്യസിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. സ്ഥലത്ത് കൂട് സ്ഥാപിക്കാനും തീരുമാനമായിട്ടുണ്ട്. ഫെൻസിംഗ് നടപടികൾ, ജനകീയ പിന്തുണ അടക്കമുള്ള സാധ്യമായ മാർഗങ്ങളെല്ലാം തേടി പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. മരിച്ച സ്ത്രീയുടെ മക്കളിൽ ആർക്കെങ്കിലും ജോലി നൽകണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അക്കാര്യം മന്ത്രിസഭയിൽ ഉന്നയിക്കാനും നടപ്പാക്കാനും വനം മന്ത്രി തന്നെ മുൻകൈയെടുത്തേക്കും. കൂടാതെ കുടുംബത്തിന് 11 ലക്ഷം രൂപ ധനസഹായം നൽകാനും അതിൽ 5 ലക്ഷം രൂപ ഇന്ന് തന്നെ നൽകാനും തീരുമാനമായിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് കടുവയുടെ ആക്രമണത്തിൽ ആദിവാസി സ്ത്രീയായ രാധ കൊല്ലപ്പെട്ടത്. ജോലിക്കായി പോയപ്പോഴാണ് കടുവയുടെ ആക്രമണമുണ്ടായത്. തോട്ടത്തിൽ കാപ്പി പറിക്കാൻ എത്തിയപ്പോഴായിരുന്നു കടുവ ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ രാധ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. കടുവ ആക്രമിച്ച് വനത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോവുകയായിരുന്നു. വയനാട് വൈൽഡ് ലൈഫിന്റെ ഭാഗമായുള്ള പ്രദേശത്താണ് സംഭവം നടന്നത്. സംഭവത്തിന് പിന്നാലെ പ്രിയദർശിനി എസ്റ്റേറ്റിന് മുന്നിൽ നാട്ടുകാരുടെ വലിയ പ്രതിഷേധമാണ് നടന്നത്. കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുകയായിരുന്നു. മന്ത്രി OR കേളുവിനെ നാട്ടുകാർ വളയുന്ന സാഹചര്യവുമുണ്ടായി. യോഗത്തിന് ശേഷം തീരുമാനം വിശദീകരിക്കുമ്പോഴും പലപ്പോഴും മന്ത്രിയുടെ സംസാരം ജനങ്ങൾ തടസ്സപ്പെടുത്തി.